ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഡാൻ, എ സിമ്പിൾ വേ ഓഫ് കുക്കിംഗ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് നല്ല മഴയൊക്കെയുള്ള സമയമാണല്ലേ. ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയ പനീർ കട്ട്ലേറ്റാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടിയും ഉപ്പും ചാറ്റ് മസാലയാണ്. സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, അരിഞ്ഞ പച്ചമുളക്, കുറച്ച് മല്ലിയില, മാഷ്ഡ് പൊട്ടറ്റോ, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സോയയും പനീറും. ഡിപ്പ് ചെയ്യാൻ വേണ്ടി എഗ്ഗും ബ്രെഡ് ക്രംസും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമായ ഓയിൽ. ആദ്യമായിട്ട് സോയയും പനീറുമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് പനീറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്റ്റൗ ഓണാക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ പനീർ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കാം. ഇനി ചൂടായ ഓയിലിൽ പനീർ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് പനീർ പോലെ തന്നെ നമുക്ക് സോയ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കപ്പ് പനീറിനും 1 കപ്പ് സോയ എന്ന റേഷ്യോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോയ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ സോയ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതും ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും സോയയും നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി സോട്ട് ചെയ്യാം. ഉള്ളി നന്നായിട്ട് സോട്ടായി വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്.
ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 എണ്ണം നന്നായി അരിഞ്ഞ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും പെപ്പറും മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മസാലയുടെ മണം വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറും സോയയും ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പനീറും സോയയും നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും മാഷ്ഡ് പൊട്ടറ്റോയും ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപ്പിട്ട് വേവിച്ച ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മോൾഡ് വെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ്സ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കാം. ഇതിലൊരു ടിപ്പുള്ളത്, നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ്സ് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ ബ്രേക്കായി പോകാനുള്ള സാധ്യത കുറവാണ്. ഇവിടെ ഇനി എഗ്ഗ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് മൈദ ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ കട്ട്ലേറ്റ്സ് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ കട്ട്ലേറ്റ്സ് ഒരുപാട് അടുത്തടുത്ത് ഇടാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ 2 സൈഡും ഫ്രൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇപ്പോൾ കട്ട്ലേറ്റ്സ് ഫ്രൈ ആയി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് വളരെ നല്ലൊരു ഹെൽത്തി ആയ ഒരു സ്നാക്കാണ്. പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെജിറ്റേറിയൻ ഒരു നോൺ വെജ് ഫീൽ തരുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.